ഉപ്പയും ഉമ്മയും ഐഷുവും ഞാനും പിന്നെ എൻ്റെ അമ്മായിയും മക്കളും കൂടെ ഞങ്ങൾ നമ്മുടെ പാലക്കാട് ബസ് സ്റ്റാൻഡ്, അതായത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് ഒരു മറൈൻ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ. കുറേ മുന്നത്തെ വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. ഇതായിരുന്നു ഐഷുവിൻ്റെ കോസ്റ്റ്യൂം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എക്സ്പോയിൽ എന്തൊക്കെയാ വെച്ചാൽ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരുപാട് ആനിമൽസിൻ്റെ റിക്രിയേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഒരുവിധം നമ്മൾ കാട്ടിലുണ്ടാവുന്ന ആനിമൽസ്, പിന്നെ അതുപോലെ സ്നേക്സ്, ബേർഡ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവർ എക്സിബിഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഐശ്വര്യ ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവളെല്ലാം കണ്ടുകൊണ്ടിരുന്നിരുന്നത്. അവൾ നോർമലി കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ കാണുന്നതിൽ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അതുകൊണ്ട് നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് അവൾ എക്സ്പോയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. വേറെ പിന്നെ ഉണ്ടായിരുന്നത് മറൈൻ വേൾഡ്. വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മീനുകൾ കേട്ടോ. പല തരത്തിലുള്ള മീനുകളുണ്ടായിരുന്നു അവിടെ. എല്ലാം കണ്ടിട്ട് ഞങ്ങളടക്കം കിളി പോയി നിൽക്കായിരുന്നു. ആ രീതിയിലുള്ള ഫിഷസിൻ്റെ വെറൈറ്റീസ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് മറൈൻ വേൾഡിൽ. ഞങ്ങൾ ഫാമിലി 2 കാറിലായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഒന്നിൽ എൻ്റെ ഉപ്പയും അമ്മയും അമ്മായിയും മക്കളും, വേറെ ഒന്നിൽ കസിനും ഹസ്ബൻഡും അവർ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഒരു കസിന് വന്നിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. എല്ലാതും ഏകദേശം ട്രൈ ചെയ്തു. ഐസ്ക്രീംസ്, പിന്നെ സർബത്ത്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക്, ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ നമ്മുടെ മാമൻ്റെ ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്നൊരു പഫ്സും ജ്യൂസും സ്നാക്സ് ഐറ്റംസൊക്കെ കഴിച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നില്ല. ഓൾറെഡി അവിടെ നിന്ന് പോരുമ്പോൾ കഴിച്ചിട്ടാണ് പോകുന്നത്. എന്നാലും ഇവിടെ എത്തിയപ്പോഴേക്കും വിശപ്പുണ്ടായിരുന്നു. നല്ല ചില ഐറ്റംസ്, ഐസ്ക്രീമും സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു. പാലക്കാട് നിന്ന് നമ്മൾ അവിടെ നിന്ന് എക്സ്പോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മൾ ഇട്ടെറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു പടക്കം ഉണ്ടല്ലോ, അത് വാങ്ങി ഫുൾ അതിൻ്റെ ബഹളമായിരുന്നു കേട്ടോ.